ഇനി നമ്മൾ നോക്കുന്നത് എൻ്റെ ഡെയിലി ചാർട്ടാണ്. ഇങ്ങനൊരു പരിപാടി നമ്മളെല്ലാവരും തുടങ്ങുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, മെയിനായിട്ട് ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് പല ചേഞ്ചും, പല നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഓർക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഞാനിപ്പോൾ 2 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് മന്തിൽ ഞാൻ എൻ്റെ എഴുതിയത് ചെയ്ത കാര്യങ്ങൾ ഉള്ള ഒരു പേജാണ് കേട്ടോ. വേറെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പേജാണ്. ഇനി സെക്കൻഡ് മന്തിലെ പേജ് നോക്കാം. നോക്കൂ, 2ാമത് മാസമായപ്പോഴത്തേന് ഞാൻ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇത് നമ്മുടെ ഈ ജൂണത്തെയാണ് കേട്ടോ. ജസ്റ്റ് ജൂൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു മുസ്ലിം ആയത് കാരണം നിസ്കാരങ്ങളുടെ കണക്കാണ് അവിടെ എഴുതുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് പീരിയഡ്സ് ടൈം ആണെങ്കിൽ ഏതൊക്കെ ദിവസം പീരിയഡ്സ് ആണ്, എത്ര ഡേയ്സ് ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ദിവസം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് എത്ര ദിവസം പീരിയഡ്സ് ഉണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ട്. ഇതാണ് ഒരു പ്രതിലിപിയിൽ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ പ്രതിലിപിയിൽ ഞാൻ സ്റ്റോറി ഇട്ട ദിവസങ്ങൾ, അത് ഏത് സ്റ്റോറിയാണ് ഇട്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുനർവിവാഹം പറഞ്ഞ സ്റ്റോറിയാണ് ഇട്ടത്. അതിൽ മായാമഹി എന്നാണ് ഇവിടെ കൊടുത്തത്. ആ സ്റ്റോറി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂ സ്റ്റോറി ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അത് ഇന്നലെയാണ് എഴുതി തുടങ്ങിയത്. ജസ്റ്റ് ന്യൂ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തൊരു ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്. പിന്നെ ഇത് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇട്ടതാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു വീഡിയോ 8-ാം തീയതി അല്ല, ഇന്നൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ എന്താണ് ഇതാപ്പോൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മോട്ടിവിയിലാണ് ഒരു ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെൽപ്പ് എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും കൊടുക്കാം. ഇതൊക്കെ എൻ്റെ ഹെയർ കെയറിങ് ഒക്കെയാണ്. ഞാൻ ഹെയർ കെയറിങ് എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. ചെയ്യാത്ത ദിവസം വേണ്ട, അങ്ങനെ ചെറിയ ദിവസം ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഡിലേ ആയി. ഇപ്പോഴാണ് ഇപ്പം ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഓരോ ഇതിന് ഹെഡിങ് കൊടുക്കുക. ജസ്റ്റ് 30 ഡേയ്സ് അല്ലെങ്കിൽ 31 ഡേയ്സ് ലൈന് വരക്കുക. ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്കൊരു ചാർട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഈ മാസത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ട്സ് ഒക്കെ എടുക്കണം. അതെൻ്റെ മോളുടെ നെയിൽ കട്ട് ചെയ്തിട്ടില്ല, അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചാണ്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് റോസ് മാർക്ക് ഇടും. മെയിൽ ചെക്ക്, അതായത് എനിക്ക് 3-4 മെയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്നിച്ച് എല്ലാം കൂടെ ചെക്ക് ചെയ്യണം എന്നുള്ള തരത്തിൽ എഴുതി വെച്ചാണ്. ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ ഹെയർ ക്യാപ്പ്, അതായത് ഞാൻ ഹെയർ ക്യാപ്പ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഈ മാസം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഈ മാസത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ഹെയർ ക്യാപ്പ്. അത് വാങ്ങിക്കണം. പിന്നെ ലിപ് ബാം ഒന്ന് ഞാൻ ആയുർവേദിക് ലിപ് ബാം സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് റിട്ടേൺ കിട്ടാണ്ട്, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വന്നതാണ്. പിന്നെ ലിബിയിൽ നിന്ന് എനിക്ക് 1007 രൂപ ഈ മാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ടിൽ കയറി ഒന്ന് ക്രോസ് മാർക്ക് ഇടും. പിന്നെ ഞാൻ സ്വലാത്തൊക്കെ ചെല്ലുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാസം 1500 സ്വലാത്ത് ഒരു മാസം കൊണ്ട് ചെല്ലാമെന്നാണ് എൻ്റെ പ്ലാന്. ബട്ട് അത് ഒരു ക്ലാസ്സിന് പോയപ്പോൾ അത് മാറ്റേണ്ടി വന്നു. 15000 ചെല്ലണം എന്നുള്ളൊരു കൺസെപ്റ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ചെല്ലാം. പിന്നെ നിസ്കാരം, നമ്മൾ ഖളാ വീട്ടുന്ന നിസ്കാരങ്ങൾ ഒരു 75 അത് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. ഇൻഷാല്ലാ നോക്കാം. പിന്നെ അടുത്തത് ഖുർആന് ഒരു 150 പേജ് ഓതി തീർക്കണം. ഈ മാസത്തിൻ്റെ ഒരു ടാർഗറ്റാണ്, ഈ മാസത്തിൻ്റെ ഉള്ളിൽ ഇതാക്കണം എന്നുള്ളത്. പിന്നെ ലിബിയിൽ നിന്ന് ഒരു 2000 രൂപ ഈ മാസം, കഴിഞ്ഞ മാസം എനിക്ക് 1007 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഈ മാസം 2000 രൂപ മേടിക്കണം. അതിനുള്ള പണി എടുക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ അക്ഷരത്താളുകൾ പറഞ്ഞത് ഇല്ല, ഞാൻ എഴുതേണ്ടതിൽ ഞാൻ 300 ഫോളോവേഴ്സ് ഈ മാസം ആക്കണം എന്നാണ് എൻ്റെ ഒരു, അത് 260 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ അത് 300 അവന് വലിയ പണിയില്ല. അത് ഈ മാസം എന്തായാലും ഉണ്ടാവും. പിന്നെ എന്താണ് എടുക്കുന്നത്? ഓ മൗണ്ട് ഹെറ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ മോൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നെ ഒരു സ്കൂട്ടി വാങ്ങിക്കണം എന്നുണ്ട്. അത് മേ ബി ചാൻസ് ഉണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 സ്റ്റോറി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഈ മാസം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ടാർഗറ്റ് കൊടുത്തിരുന്നത്. പിന്നെ പുതിയൊരു കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 20 പാർട്സ് ഈ മാസം. അത് 20 പറ്റില്ല. അടുത്ത മാസത്തെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 50 പാർട്സ് എങ്കിലും കംപ്ലീറ്റ് ആക്കണം. അതാണ് റൂഡ്. അപ്പോൾ ഒരു 10 പാർട്സ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 40 പാർട്ടും കൂടി എഴുതണം. പിന്നെ അതൊക്കെ സ്റ്റോറിയുടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓരോ സ്റ്റോറികളുടെ പേര്. പിന്നെ ഈ മാസം 2 നോമ്പ് കളാ കിട്ടണമെന്നുണ്ട്. ഞങ്ങൾ ഓരോ വർഷങ്ങളിൽ നോമ്പുണ്ടാവില്ല. കഴിഞ്ഞ മാസം ഒരു 4 നോമ്പ് കളാ കിട്ടാൻ പറ്റി. അപ്പോൾ ഈ മാസം ഒരു 2 കൂടി ആയാൽ ഈ വർഷത്തെ അങ്ങോട്ട് തീരും. അങ്ങനെ. പിന്നെ സ്വീസ് അക്കാദമി പറഞ്ഞിട്ട് ഞാനതിൽ അഡ്മിഷൻ എടുത്തെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഈ മാസം 2 അഡ്മിഷൻ അച്ചീവ് ചെയ്യണമെന്നാണ്. 2 ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ്. കഴിഞ്ഞ മാസം 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 ടാർഗറ്റ്, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാസം 2 ടാർഗറ്റ്. ഇൻഷാ അല്ലാഹ് മാസം. അങ്ങനെയുള്ള ചെറിയൊരു എൻ്റെ ഒരു റൈറ്റപ്പ്, ഒരു ജസ്റ്റ് ചാർട്ടാണ്. ഇതിൽ നോക്കിയതാ മെയിൽ ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയുടെ വിഷ് ലിസ്റ്റ് ആയിട്ട് ഇൻസ്റ്റ ലിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി ഇതൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ മീഷോ കൊളാബറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വർക്കായില്ല. പിന്നെ അക്ഷയത്താളുകളിലൊക്കെ അയാളൊക്കെ തുടങ്ങിയത് അതിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് തുടങ്ങിയത്. വിഷ് ലിസ്റ്റിൽ നിന്ന് 7 രൂപ കിട്ടിയത്. പിന്നെ ലിപ് ബാം ഒരാൾ വാങ്ങിച്ചതിൻ്റെ പൈസ കിട്ടി. അങ്ങനെ എൻ്റെ മോൾക്കൊരു മഫ്ത വാങ്ങിക്കാണ്ട്, അത് വാങ്ങിച്ച്. പിന്നെ അങ്ങനെ ചെയ്ത് ബ്രഷൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ബോട്ടിൽ വൃത്തിയാക്കുന്ന ബ്രഷ്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരക്കുപ്പായ ഓർഡർ ചെയ്തു, പക്ഷെ അത് റിട്ടേൺ പോയി. അത് വാങ്ങിച്ചിട്ടില്ല. അത് അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്, അത് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വീണ്ടും നോട്ട് ചെയ്യുക, ഈ മാസം വാങ്ങിക്കാം അല്ലെങ്കിൽ അടുത്ത മാസം വാങ്ങിക്കാം. അപ്പോൾ പക്ഷേ നമ്മൾ മറന്നു പോകാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ അത് ഓർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ ചെയ്യാം കേട്ടോ. എൻ്റെ നോമ്പ് ഞാൻ എടുത്ത് പറഞ്ഞാൽ ആ നോമ്പ് എടുത്ത ദിവസങ്ങൾ. പിന്നെ ജസ്റ്റ് എനിക്ക് ഓരോ പൈസ കിട്ടിയത് സ്റ്റോറി ഇതപ്പോൾ അക്ഷരത്താളിൽ നിന്ന് എനിക്ക് 100 രൂപ കഴിഞ്ഞ മാസം ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഖുർആന് എത്ര പേജ് ഓതി എന്നുള്ള ജസ്റ്റ് എപ്പോഴും ഓതിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയതില്ല, അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടില്ല. ഇൻഷാ അല്ലാഹ് കൂടുതലാക്കാം. പിന്നെ ഇതാ ഒരു 10 പാട്ട് എഴുതിയിട്ടു, 21 പാട്ട് ഇട്ടു. അങ്ങനെ ഓരോ പിൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ള ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത്. പിന്നെ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിച്ചത്, അത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 29th ബർത്ത്ഡേ ദുൽഹജ്ജ് 3. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടത് കേട്ടോ. സ്റ്റോറി ഞാൻ ഇട്ടതിൻ്റെ, ഞാൻ നിസ്കരിച്ചതിൻ്റെ, അതിൻ്റെ ഒരു കള്ളാവുട്ടീൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ചാർട്ടാണ് വരുന്നത്. ഇതിനി ഈ മാസം കൂടി കണ്ടിട്ട് ഞാൻ 2 മാസം ആകുമ്പോൾ വീണ്ടും ഇത് ഇട്ടുതരാം. എന്തുമാത്രം ലൈഫിൽ ചേഞ്ച് വന്നു, എന്തുമാത്രം ഇതായിട്ട് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാവേ. അപ്പോൾ അതുവരേക്കും ബൈ.